അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ്. ബിജെപിയുടെ ഓരോ നേതാവും ഓരോ ക്യാമ്പും ദേശീയ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലോ നിറഞ്ഞു നിൽക്കുന്ന ഓരോ നേതാവും ഇത്ര വലിയ ഒരു പരാജയം അല്ലെങ്കിൽ ഇത്ര വലിയൊരു തിരിച്ചടി നേരിടുമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടാകില്ല. ഹരിയാനയിൽ ഒരു ഊഹാപോഹത്തിനും പ്രസക്തിയില്ല. ഹരിയാന കൈവെള്ളയിലാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. 65-ലധികം സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മുമ്പിട്ട് നിൽക്കുകയാണ്. 65 സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുമ്പോൾ ബിജെപിയുടെ ലീഡ് നില 19 സീറ്റുകളിൽ മാത്രമാണ് എന്നുള്ളത് കാണണം. 49 ഇടങ്ങളിൽ 49 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ഗുലാം നബി ആസാദിന്റെ രാജിക്കത്തം ഓർമ്മയുണ്ടല്ലോ. 49 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിരന്തരം പരാജയപ്പെട്ട കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയും ആർക്കും കൊടുത്തിരുന്നില്ല. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വിജയത്തിന്റെ കൊടി ഏറ്റി വരുന്നത് കോൺഗ്രസ് രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ. ജോഡോ യാത്രയുടെ സമാപനത്തിൽ രാഹുൽ ഗാന്ധി ചവിട്ടി നിന്നത് ബിജെപി ഒരുക്കിയ സുരക്ഷയുടെ കവചത്തിനുള്ളിലല്ല, ജനങ്ങളുടെ എന്നുള്ളത് കൂടി പറഞ്ഞു വെക്കാൻ കോൺഗ്രസിന് സാധിക്കുന്ന പട്ടികയാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. सर राहुल गांधी सिपाही है और मोहब्बत की दुकान खोली है. ये मोहब्बत की पैगाम है. आज पूरे हिंदुस्तान के अंदर जलेबी और पकौड़े चल रहे हैं. രാജ്യത്താകമാനം ജിലേബിയും പക്കോടയും കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. വീണ്ടും കട തുറന്നിരിക്കുന്നു സ്നേഹത്തിന്റെ എന്നാണ് കോൺഗ്രസ് പ്രവർത്തകൻ പറഞ്ഞത്. താളം താളം വൈശാഖേ അധ്യക്ഷങ്ങൾ ഇങ്ങനെ ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്ത് വീണ്ടും സന്തോഷം, വീണ്ടും ആഹ്ലാദം 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 രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും. 90 ഇടങ്ങളിലെയും 2 സംസ്ഥാനങ്ങളിലെയും 90 മണ്ഡലങ്ങളിലെയും ഫലസൂചനകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. 15-ന് താഴേക്ക് പരിമിതപ്പെട്ടു പോവുകയാണ് ഹരിയാനയിൽ ബിജെപി എങ്കിൽ ദേശീയ നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ പോയിട്ട് അണികളെ ഒന്ന് ആത്മവിശ്വാസത്തോടെ നോക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് പ്രധാനമാണ്. എത്രയെത്ര വിഷയങ്ങളിൽ അത് അഗ്നിവീർ പദ്ധതിയിലാകട്ടെ, ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാകട്ടെ, കർഷകരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകട്ടെ, നമുക്ക് ഹരിയാന ലോബിയുടെ കടന്നാക്രമണം എന്നതിനപ്പുറത്ത് ഗുസ്തി താരങ്ങളുടെ കണ്ണീരിന് പോലും വിലയിടാത്ത വലിയ പ്രഖ്യാപനങ്ങൾ, ക്യാപ്സ്യൂളുകളൊക്കെയാണ്, രാഷ്ട്രീയ വിശദീകരണങ്ങളൊക്കെയാണ് നൽകിയത്. പക്ഷേ എല്ലാത്തിനെയും അട്ടിമറിക്കുകയാണ് ജനവിധി എന്നുള്ളത്. 47 സീറ്റുമായി 2019 40 സീറ്റുമായി ജെജെപിയുടെ സഹായത്തോടെ അധികാരത്തിൽ വന്ന ബിജെപി ഹരിയാനയിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് ആദ്യത്തെ 1 മണിക്കൂറിലെ ഈ ട്രെൻഡ് കാണിക്കുന്നത്. ഹരിയാനയിൽ ബിജെപി തകർന്നടിയുന്നു, കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തുന്നു. ഹരിയാനയിൽ കോൺഗ്രസ് ഇപ്പോൾ 72 സീറ്റിൽ മുന്നിലാണ്. ബിജെപി വെറും 13 സീറ്റിലേക്ക് ചുരുങ്ങുന്നു. 2014 47 സീറ്റുമായി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിയ ബിജെപി 2019 40 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ജെജെപിയുടെ പിന്തുണയോടെ ഭരിച്ച ബിജെപി ആ 10 വർഷത്തിനൊടുവിൽ ഹരിയാനയിൽ തകർന്നടിയുകയാണ്. അത് വല്ലാത്തൊരു തകർച്ചയാണ്. ഇപ്പോഴത്തെ ഫലസൂചന അനുസരിച്ചാണെങ്കിൽ ബിജെപി ഹരിയാനയിൽ തകർന്നടിയുന്നു. 13 സീറ്റിൽ മാത്രം ലീഡ്, കോൺഗ്രസ് 72. വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ദില്ലിയുമായി അതിർത്തി പങ്കിടുന്ന ഹരിയാനയിൽ ബിജെപി മണ്ണോടടിയുന്ന കാഴ്ചയാണ്. ഒരു പേര് രാഹുൽ ഗാന്ധി നടന്നു തീർത്ത വഴികളിലെല്ലാം ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായ വിധിയെഴുത്തുണ്ടാവുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഹരിയാനയിലെ ഏത് ഗ്രാമത്തിൽ പോയാലും നിങ്ങൾക്ക് ഒരു ഗോത കാണാം. ഹരിയാനയിലെ ഒരു 10 വീടുകൾ എടുത്താൽ അതിൽ 2 വീട്ടിൽ നിന്ന് ഗുസ്തി താരങ്ങൾ ഉണ്ടാകും. ഈ അർത്ഥത്തിൽ അതുപോലെ തന്നെ 10 വീടെടുത്താൽ 8 വീടിൽ നിന്നും ജവാന്മാരുണ്ടാകും. മിലിറ്ററിയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് ഈ പറയുന്ന ഹരിയാനയാണ്. എല്ലാ 80% കർഷകരാണ്. അതിനൊരു സ്ഥലത്താണ് കർഷക സമരം ഉണ്ടായത്, ഗുസ്തി താരങ്ങളുടെ സമരം ഉണ്ടായത്, അഗ്നിവീർ പദ്ധതി ഉണ്ടായത്. അഗ്നിവീറിൽ വെന്തു വെണ്ണീറാവുന്ന ബിജെപിയാണ് പ്രേക്ഷകർ ഹരിയാനയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർഷക രോഷത്തിൽ ആടിയുലഞ്ഞു പോകുന്ന ക്യാപ്റ്റനെയും കപ്പിത്താനെയുമാണ് ഹരിയാനയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രേക്ഷകൻ പറയുന്നു, പപ്പു എന്ന് വിളിച്ചവരെ കൊണ്ട് രാഗ എന്ന് വിളിപ്പിച്ചവൻ, അവന്റെ പേര് രാഹുൽ, രാജീവിന്റെ മോൻ, ലീഗൽ കില്ലർ രാഗ. ഹരിയാനയിലെ ഗോദയിൽ ബിജെപിയെ മലർത്തി അടിച്ചുകൊണ്ട് കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയവും ഇനി ആർക്കുമില്ല. 65 സീറ്റ്, ആകെ 90 സീറ്റ് ഉള്ളതിൽ 65 സീറ്റിലും ആ പാർട്ടി കോൺഗ്രസ് പാർട്ടി ലീഡ് നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് ബിജെപിക്ക് ഇനി അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചാൽ പോലും എഴുന്നേൽപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ വീണ് കിടക്കുകയാണ് ഹരിയാനയിൽ ബിജെപി. 19 സീറ്റിൽ മാത്രമാണ് അവർക്ക് ലീഡ് നേടാൻ കഴിയുന്നത്. വാശിയേറിയ പോരാട്ടമാണ്. മഹാരാഷ്ട്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നാണ് അവിടെ നടക്കാൻ പോകുന്നത്. അവിടെ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലായിരുന്നു ഹരിയാനയിൽ നടന്നത്. കുഞ്ഞു സംസ്ഥാനമായി ഹരിയാനയിൽ നടന്നതെങ്കിൽ ആ സെമി ഫൈനലിൽ കോൺഗ്രസിന്റെ പ്രകടനം മികച്ചതാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ആർക്ക് വോട്ട് ചെയ്യണം, എന്തിന് വോട്ട് ചെയ്യണം, എന്തിനെതിരായി, എന്തിനനുകൂലമായി വോട്ട് ചെയ്യണം. തൂത്തുവാരുകയാണ് ഹരിയാനയിൽ കോൺഗ്രസിന്റെ കൊടുങ്കാറ്റാണ്, ആഞ്ഞടിക്കുകയാണ്. ഒരു ചുഴലിക്കാറ്റ് പോലെ ബിജെപിയെ തൂത്തെറിഞ്ഞുകൊണ്ടാണ് ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നത്. കാരണം ഭരണകക്ഷിയാണ്. കഴിഞ്ഞ 10 വർഷവും രാജ്യം ഭരിച്ച ബിജെപിയുടെ ഭരണം തന്നെയാണ് ഹരിയാനയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ബിജെപിയോട് കംപ്ലീറ്റ് നോ ആണ് ഇപ്പോൾ ഹരിയാന പറയുന്നത്. തൂത്തുവാരുന്നു കോൺഗ്രസ്, ആഞ്ഞടിക്കുന്നു കോൺഗ്രസ്. 65 സീറ്റുകളുടെ ആധികാരികമായ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയമാണ്. ഹരിയാനയിൽ ഇനി
എനിക്ക് തോന്നുന്നു ഹരിയാനയെ കുറിച്ച് ഇനി പറയേണ്ട കാര്യം പോലും ഇല്ല. 90 സീറ്റിൽ 65 ഇടത്തിൽ ലീഡ് നേടിക്കഴിഞ്ഞ കോൺഗ്രസ് പാർട്ടി എന്തായാലും അവിടെ സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണ്. ഹരിയാന തൂത്തുവാരുന്നു. ഹരിയാനയിൽ കോൺഗ്രസിന്റെ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുന്നു. ഇനിയും ബിജെപിയുടെ ഏതൊക്കെ അധികായർ അതിൽ തളർന്നു വീഴും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ബിജെപി ആസാദ് നോക്കുക, ഒരു കുഞ്ഞുമില്ല, ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ല. ശോകമുഖം. കശ്മീർ രാജ്യത്തെ കാറ്റ് മാറി വീശുന്നുണ്ടോ? രാജ്യത്തെ സ്വിംഗ് മാറുകയാണോ? സിംപിളി പറഞ്ഞാൽ താമരത്തണ്ട് ഒടിഞ്ഞു പോയി. താമരയ്ക്ക് തണ്ട് വീക്കം. എസ് കെ നമ്മുടെ മോദി ബിജെപിയുടെ കട ഹരിയാനയിൽ അവിടെ മുക്കിലും മൂലയിലും ചെറിയ സ്ഥലങ്ങളിൽ ഒക്കെ കൊണ്ട് സ്നേഹത്തിന്റെ കട തുറക്കാൻ രാഹുൽ ഗാന്ധി 69 കട തുറക്കാൻ തുടങ്ങിയ വല്ല അവസാനമുണ്ടോ? ഓടി നടന്ന് നമുക്കൊരു 4 കട തന്നിരുന്ന് തുറക്കാമായിരുന്നു. എന്തായാലും കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റു. ഇനിയിപ്പോ ഒരു വർദ്ധിത വീര്യത്തിനൊരു വരവ് വരും രാഹുൽ ഗാന്ധി. മഹാരാഷ്ട്രയും ജാർഖണ്ഡും പോലെയുള്ള അതിന്റെ കൂടെയാണ് നമ്മുടെ മാത്രമല്ല രാഹുൽ ഗാന്ധി എഴുതി തള്ളിയ ആളുകൾക്ക് പിഴവ് പറ്റിയെന്ന് തെളിയിച്ചോണ്ടിരിക്കുക. ഉറപ്പായും ഹരിയാനയിൽ അവിടെ ഈ പറഞ്ഞ കർഷക വിരുദ്ധ പ്രശ്നങ്ങൾ, അവിടെ ഗുസ്തിത്താരങ്ങൾക്കെതിരായ പ്രശ്നങ്ങൾ, അവിടെ ജോലിയില്ലാതെ കട്ടകടിക്കുന്ന പാവം യുവാക്കളുടെ പ്രശ്നങ്ങൾ, ശബ്ദം അല്പം അടയുന്നതായിട്ട് തോന്നുന്നു. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും കൂടി ചുറ്റും കൂടി ബിജെപിക്ക് ചുറ്റും ഒരു പ്രളയ വാരുതിയായി വന്ന് കടമുഴക്കിയ വാരുതി കടമുഴക്കിയ 67 ഇടങ്ങളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. കൊടുങ്കാറ്റടിക്കുന്നു. ബിജെപിയുടെ ലീഡ് നില 21ലേക്ക് വീണ്ടും അടപടലം കടമുഴകമാണ്. 67 എന്നൊക്കെ പറയുന്നത് കൊടൂര കൊടുങ്കാറ്റാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കർഷക പ്രതിഷേധം, ഗുസ്തിത്താരങ്ങളുടെ പ്രതിഷേധം, അഗ്നിവീര ജോലിയില്ലാത്ത പ്രതിഷേധം, അടപടലം ബിജെപിയുടെ സകല സ്ട്രാറ്റജികളും പൊട്ടിത്തകർന്നു വീഴുന്നു. ഹരിയാനയുടെ മണ്ണിൽ പൊട്ടിത്തകർന്നു വീഴുന്നു. അവിടെ യുദ്ധോക്തമായ പഴയ മണ്ണിൽ ബിജെപി അവിടെ നിർവീര്യമാകുന്നു. ബിജെപിയുടെ കഴിഞ്ഞ കാലത്തെ രാഷ്ട്രീയ തന്ത്രങ്ങളെല്ലാം പിഴയ്ക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമായിരുന്നു ഹരിയാന. പുതിയ തന്ത്രങ്ങൾ പയറ്റു. ഇനി ന്യൂ സ്ട്രാറ്റജി, പുതിയ കാലം. 67 കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു ഹരിയാനയിൽ. ജാട്ടുകളെ വായോ എന്ന് വിളിക്കേണ്ടിയിരിക്കുന്നു ബിജെപിയിലേക്ക് വീണ്ടും. ഹരിയാനയിൽ ബിജെപി തകർന്നടിയുന്നു. കൊടുങ്കോട്ടകൾ പൊളിഞ്ഞടങ്ങി വീഴുന്നു. ഡൽഹി ആസ്ഥാനത്ത് ശോകമുഖം വെളിയിലേക്ക് കാണുന്നില്ല. ബിജെപി പഴയ തന്ത്രങ്ങൾ മാറ്റി പുതിയ കാലത്ത് പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ ഹരിയാനയിൽ കോൺഗ്രസ് തൂത്തുവാരുന്നു. ഭരണവിരുദ്ധ വികാരം അവിടെ ആഞ്ഞടിക്കുന്നു. കടമുഴകി വീഴുന്നു. ബിജെപി മന്ത്രിമാരൊക്കെ പരാജയത്തിന്റെ കൈപ്പിന്നിൽ അനുഭവിക്കാൻ സാധ്യത കൂടുന്നു. ബിജെപിയുടെ ഒട്ടുമിക്ക മന്ത്രിമാരോടെ പിന്നിലാണ് മുഖ്യമന്ത്രി. 5 കൊല്ലം കഴിയുമ്പോൾ ജനങ്ങളുടെ കോട്ടയിലേക്ക് ഇറങ്ങേണ്ടി വരും ആലോചിക്കാതെ ഭരണം നടത്തി. 10 വർഷം തുടർച്ചയായി ഭരിച്ചതിന്റെ ബാക്കി പത്രമാണിത്. 10 കൊല്ലം ഭരിച്ചാൽ പുറത്താവും. The perfect anti-incumbency. അതിശക്തമായ ബിജെപി ആസ്ഥാനത്ത് ശോകമുഖമായ അന്തരീക്ഷത്തിൽ അവിടെ ഹരിയാനയിൽ നിന്നുള്ള വാർത്ത ഞെട്ടിച്ചുകൊണ്ട് വരുന്നു. അവിടെ കൊടുങ്കാറ്റടിക്കുന്നു. ബിജെപി കഥാപാത്രങ്ങൾ ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിക്കാൻ അവിടുത്തെ മന്ത്രിമാർക്ക് കഴിഞ്ഞിട്ടില്ല. മന്ത്രിമാരെല്ലാം നോക്കുന്നു. അഗ്നിവീരിൽ യുവതയുടെ താക്കീത് എന്ന് പറയുന്നു. രാഹുൽ ഗാന്ധിക്ക് ചിരി. AICC ആസ്ഥാനത്ത് സന്തോഷം. മഞ്ഞലെടു. മഞ്ഞലെടു. രാഹുൽ ഗാന്ധി ചിരിയല്ല, ചിരിയോട് ചിരി. കാരണം അറിയോ, അവിടെ അഗ്നിവീരുള്ള പ്രതിഷേധം വലിയ ഹരിയാനയിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു മര്യാദയുള്ള പോക്ക് പോ കോൺഗ്രസ്. 67 എന്റെ കോൺഗ്രസ് നീ ഇത്ര കാലം എവിടെയായിരുന്നു? ബിജെപി ആസ്ഥാനത്ത് ശോകം വരുത്താൻ വേണ്ടി നീ എവിടെയായിരുന്നു? ഒരു മര്യാദയില്ലാത്ത ബിജെപി ആസ്ഥാനം ചെരാത് കേട്ട സ്കേൻ. അവിടെ സംഘഭൂമിയെ കണ്ണീർ കടലാവുന്ന സ്കേൻ. ബിജെപി ആസ്ഥാനം ശോകമൂഖം, ആർദ്രം, ദയാരഹിതം, വല്ലാതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഗോതയിൽ കോൺഗ്രസ് വളർത്തിയടിച്ചു. മലർത്തി കമർത്തി അടിക്കാവുന്ന പൊസിഷൻ അടിയോടടി ഒരു നിവൃത്തിയില്ല. തുടങ്ങി ഇപ്പൊ 9:31 1.5 മണിക്കൂർ ആകുമ്പോഴേക്കും വരുന്ന ഫലസൂചന അത് കൃത്യമായ ട്രെൻഡാണ്. ഇനി ഒരു അട്ടിമറി എന്തായാലും ഇല്ല. ഇനിയിപ്പോ 5 10 അങ്ങോട്ട് മാറുന്നല്ലാതെ ഹരിയാനയിൽ ഹൂഡയുടെ പരമാധിപത്യം
ഹരിയാനയിൽ ഹൂഡയുടെ സമഗ്രാധിപത്യം, ഹൂഡയുടെ ദങ്കലിൽ, ഹൂഡയുടെ റെസ്ലിംഗ് റിംഗിൽ BJP മൂക്കുകുത്തി വീഴുന്ന കാഴ്ച ഹരിയാനയിൽ കാണുന്ന 24 സീറ്റിലേക്ക് അതിദയനീയമാവണ്ണം പതറ്റിക്കായി താഴേക്ക് വീഴുന്ന BJP. അയ്യോ, ഹരിയാനയുടെ ചരിത്രത്തിൽ BJP ഏറ്റവും കുറഞ്ഞ സീറ്റിലേക്ക് ഒതുങ്ങുന്നു എന്ന സംശയം ഇവിടെ ഉണ്ട്. അവിടെ BJP അസ്തപ്രജ്ഞ നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഹരിയാന BJP ഭരണം നിലനിർത്തുകയാണെങ്കിൽ അത് അത്ഭുതാവഹമായിരിക്കും. കാരണം ജാട്ട് വോട്ടുകൾ മുഴുവനായി കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കുന്നു, ദലിത് വോട്ടുകൾ BJPയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് ഹരിയാനയുടെ സോഷ്യൽ ഫാബ്രിക്കിനെ ആകെ തന്നെ കോൺഗ്രസിന് ഒപ്പം നിർത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിനൊടുവിൽ അവിടെ BJP അതിജീവിക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയത്തിലെ അത്ഭുതകരമായ ഒരു കഥയായിരിക്കുമെന്ന് പറയാം. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഹരിയാനയിലെ കോൺഗ്രസ് നേതൃത്വം അക്ഷരാർത്ഥത്തിൽ അങ്കലാപ്പിലാണ് എന്ന് പറയാം. എല്ലാം ഭദ്രമായിരുന്നു. 44 എന്ന ഇടത്തേക്ക് ലീഡ് നില മാറി മറിയുകയാണ്. ഓരോ നിമിഷവും ഹരിയാനയിൽ 42-44 മാറിയിരിക്കുന്നു. ആർക്ക് അനുകൂലമായിട്ട് 45-ലേക്ക് BJP കേവല ഭൂരിപക്ഷം ഹരിയാനയിൽ. ഇപ്പോൾ ലീഡ് നിലയുടെ കണക്കനുസരിച്ച് BJP കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയാണ്. എല്ലാ ഫലസൂചനകളെയും എല്ലാ എക്സിറ്റ് പോളുകളെയും അമ്പരപ്പിച്ചുകൊണ്ട് കേവല ഭൂരിപക്ഷത്തിന് തൊട്ടടുത്തെത്തിയിരിക്കുകയാണ് BJP. 44-42 കേവല ഭൂരിപക്ഷത്തിന് തൊട്ടടുത്താണ്. INLDയും JJPയും നാമാവശേഷമായിരിക്കുന്നു എന്നുകൂടി പറയാം. എല്ലാ JJP കാൻഡിഡേറ്റുകളും പിറകിലാണ്. 39 കോൺഗ്രസിന് എന്താണ് സംഭവിക്കുന്നത്? ഹരിയാനയിൽ അടിപതറി പോവുകയാണ് കോൺഗ്രസിന്റെ പാളയങ്ങളെപ്പാടെ. കൺമുന്നിൽ ഇതുവരെ തെളിഞ്ഞു നിന്നിരുന്ന അക്കങ്ങളൊന്നും ഇപ്പോൾ കൂട്ടിനില്ല എന്ന് തിരിച്ചറിയുകയാണ് ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ പാളയം. 44-33 മാറി മറിഞ്ഞിരിക്കുന്നു ഹരിയാനയുടെ. തണ്ടൊടിഞ്ഞ് താഴെ വീണു എന്ന് കരുതിയിടത്തു നിന്നാണ് ഇപ്പോൾ 50-ലേക്ക് BJP അവരുടെ ലീഡ് നില ഉയർത്തിയിരിക്കുന്നത്. ത്രില്ലിംഗ് ആയ ത്രസിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഹരിയാനയിലെ പോരാട്ടം തിരിച്ചു വരുന്നു. ഹരിയാനയിൽ BJP ചിത്രത്തിലേക്ക് തിരിച്ചു വരുന്നു. 40-42 എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലീഡ്. BJP ഇത്ര കടുത്ത പോരാട്ടം ഹരിയാനയിൽ കാഴ്ചവെക്കുമെന്ന് ഒരു എക്സിറ്റ് പോളും പ്രവചിച്ചിട്ടില്ല. പക്ഷേ നോക്കൂ, 40-42 എന്ന ജനാധിപത്യത്തിന്റെ മനോഹാരിത പറയുന്ന തരത്തിലുള്ള പ്രവചനാതീതമായ ഒട്ടും BJP മുന്നിൽ ആദ്യമായി ഹരിയാന തെരഞ്ഞെടുപ്പിലെ ഇന്നത്തെ ദിവസം BJP മുന്നിൽ 42 സീറ്റുകളിൽ BJP മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് പ്രതീക്ഷിക്കാത്ത അട്ടിമറിയിലേക്കാണ് ഹരിയാന ഇപ്പോൾ പോകുന്നത് എന്നുള്ളതിൽ സംശയമില്ല. AICC ആസ്ഥാനത്തെ ആഘോഷ പരിപാടികൾ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഷാനി ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്നുള്ളത്. BJP കേവല ഭൂരിപക്ഷത്തിന്റെ നോക്കൂ എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് എന്നുള്ളത്. 46 എന്ന് പറയുന്ന കേവല ഭൂരിപക്ഷത്തിന്റെ മുകളിലേക്കുള്ള സംഖ്യയിലേക്ക് BJP പോയിരിക്കുന്നു. ഒരു ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വരെ ആ നമ്പർ കോൺഗ്രസിലായിരുന്നെങ്കിൽ അതിപ്പോൾ BJPയിലേക്ക് പോയിരിക്കുന്നു. കോൺഗ്രസ് 38 എന്നുള്ളതിലേക്ക് പോയിരിക്കുന്നു. ഹരിയാനയിൽ കോൺഗ്രസ് ഭരണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞത് മാറ്റി പറയേണ്ടിയിരിക്കുന്നു. ഹരിയാനയിൽ BJPക്ക് ഭരണം പിടിക്കാവുന്ന സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. BJPക്ക് വലിയ തോതിലുള്ള 19 സീറ്റിലേക്കൊക്കെ ലീഡ് ചുരുങ്ങിപ്പോരുന്ന BJP വളരെ പെട്ടെന്ന് കുതിച്ചുചാട്ടം നടത്തി 46-ലേക്ക് എത്തിയിരിക്കുന്നു. കോൺഗ്രസ് ഇത്രയും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഹരിയാനയിൽ BJPക്ക് കഴിയും എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപക്ഷെ BJP പോലും പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് സംശയമാണ്. ഹരിയാനയിൽ അവിശ്വസനീയമാവണ്ണം തിരിച്ചു വരുന്ന BJP. ഹരിയാനയിൽ നമ്മൾ പറഞ്ഞ വാക്കുകളൊക്കെ വിഴുങ്ങേണ്ടി വരുമോ? പടലമൊക്കെ വഴിയിലോട്ട് ഒന്ന് തള്ളി മാറ്റി. ഹരിയാന 42. ഹരിയാനയിൽ ആദ്യമായി BJP മുന്നിൽ. ഹരിയാനയിൽ ആദ്യം BJP മുന്നിൽ. മുഖ്യമന്ത്രി എന്ന BJP സംസ്ഥാന അധ്യക്ഷന്റെ റിയാക്ഷൻ വന്നിട്ടുണ്ട് ഹരിയാനയിൽ. അപ്പൊ അവിടെ ഏതാണ്ട് ഉറപ്പായി. അങ്ങനെ അവർ കരുതുന്നുണ്ടോ? വീട്ടിൽ പോയി കൂടെ മടങ്ങി വരുമെന്ന് അറിയില്ല. അപ്പൊ നമ്മള് ഈ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ആയി മാറി ഹരിയാന. അതെ, ഇത്രയും വലിയ ട്വിസ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചില്ല അല്ലേ? ട്വിസ്റ്റോടെ മാത്രമല്ല മറ്റേ ഹാഷ്മി ആംബുലൻസ് വേണ്ടി വരുമെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെയും അവിടെ KC വേണുപോലെ അങ്ങോട്ടൊന്ന് പോയി. അവിടെ KC വേണുപോലെ അനക്കമില്ലോ അവിടെ ഇറങ്ങുമ്പോഴേക്കും ഭരണം പോയ കാര്യം അറിയോ? അറിഞ്ഞാ എന്തായാലും SKN 49-35 അവസ്ഥയിൽ നിൽക്കുകയാണ്. വളരെ ദുഃഖകരമായ വാർത്ത കൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു. AICC ആസ്ഥാനത്ത് ആഘോഷം നിർത്തിവെച്ചു. AICC ആസ്ഥാനത്ത് ദുഃഖഭരിതം. ആവശ്യമില്ലാതെ രാവിലെ ഇറങ്ങി കൽക്കണ്ടുമായിട്ട് പ്രശ്നമാക്കിയില്ലേ? ആഘോഷത്തിന് മങ്ങൽ. AICC ആസ്ഥാനം ദുഃഖഭരിതം. ആസ്ഥാനം ദുഃഖഭരിതം. BJP ആസ്ഥാനത്തിൽ തിളക്കം. അതെ. AICC ആസ്ഥാനത്ത് പുക.
അല്ലേ? 50 ഉയർന്ന BJP. 50 BJP. ഒരു കലാവസരം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ അതിജീവിച്ച ഇതിനൊക്കെ മറികടന്ന് BJP വീണ്ടും അധികാരത്തിലേക്ക് ആഷ്മിയുടെ കാറ്റ് പോയോ? നമ്മൾ അടച്ചു വെച്ചിരിക്കുക. പോയിട്ടില്ല പോയ ചരിത്രം കേട്ടിട്ടില്ല. നോക്കൂ, ഈ പറയുന്ന കർഷക പ്രതിഷേധം, ഈ പറയുന്ന ഗുസ്തിത്താരങ്ങളുടെ പ്രതിഷേധം, ഈ പറയുന്ന ജാട്ട് വോട്ടുകൾ കൂട്ടത്തോടെ പോകുന്നു, എക്സിറ്റ് പോളുകൾ കൊടുക്കുന്ന ആത്മവിശ്വാസം, ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഹരിയാനയുടെ കൈവിട്ടുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ഒരു തവണ കൂടി അവിടെ താമര വാഴ്ചക്കാണ് ഹരിയാന പറയുന്നതെങ്കിൽ തുടർന്നാൽ തന്നെ ഹിസ്റ്ററി. ഹരിയാനയിൽ ട്വിസ്റ്റ്, അടപടലം വീണവർ ചാടി. ഇതിപ്പോ ഏതാണ് പടലം, ഏതാണ് അട അറിയാൻ പറ്റുന്ന പടലം കാണുന്നില്ല. അടപടലം കുറെ പ്രേക്ഷകർ ആഷ്മിയെ കഞ്ഞി എടുക്കട്ടെ എന്ന് ചോദിക്കുന്നു. അതെന്താ അതിന്റെ രഹസ്യം? അത് അറിഞ്ഞൂടാ. അതുപോലെ മേഖലകൾ പതിവ് പോലെ BJP കീഴടക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ തിരഞ്ഞെടുപ്പുകളിലും നഗര വോട്ടർമാർ BJP പിന്തുണയ്ക്കുന്ന അതേ ട്രെൻഡ് ഇക്കുറിയും തുടരുന്നു. പക്ഷേ അത്ഭുതകരമായത് ജാട്ട് മേഖലകളിൽ കോൺഗ്രസിനേക്കാൾ BJPക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുന്നു. ഭൂപീന്ദർ ഹൂഡയെ ഇറക്കി പരീക്ഷിച്ചിട്ടും ജാട്ട് മേഖലകളിൽ BJP കർഷക രോഷത്തെ അതിജീവിച്ചുകൊണ്ട് ജാട്ട് മേഖലകളിൽ BJP മേധാവിത്വം നേടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദളിത് മേഖലകളിലും OBC മേഖലകളിലും അടക്കം BJPക്ക് വലിയ പരിക്കുണ്ടാവുന്നില്ല എന്നതും ശ്രദ്ധേയം. അതേസമയം നഗര വോട്ടുകൾ പൂർണ്ണമായും BJPക്ക് നിലനിർത്താനും സാധിച്ചതോടുകൂടിയാണ് ഹരിയാനയിൽ വ്യത്യസ്തമായൊരു പാറ്റേൺ ഒരുങ്ങിയത്. ഹരിയാനയിൽ എന്തും സംഭവിക്കാം എന്ന നിലയിൽ നിന്ന് BJP ഏറെക്കുറെ നില മെച്ചപ്പെടുത്തി. സ്ഥിരതയാർന്ന പ്രകടനം 49ലേക്ക് വന്നു. 49 അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ടാലിയിലേക്കാണ് അവർ എത്തിയത്. 2014 അവർക്ക് 47 സീറ്റായിരുന്നു. 2019 അവർക്ക് 40 സീറ്റായിരുന്നു. 2024 ആകുമ്പോൾ 49 സീറ്റ് എന്ന് പറയുന്നതിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ മാറ്റമല്ല. അതാണ് ഞാൻ ആവർത്തിച്ച് വിശദീകരിക്കുന്നത്. 10 വർഷം അധികാരത്തിൽ നിന്നൊരു സർക്കാർ അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ ടാലി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആന്റി ഇൻകംബൻസിയും ഇല്ല എന്നുള്ളതാണ്, സർക്കാർ വിരുദ്ധ തരംഗമില്ല എന്നുള്ളതാണ്. BJPക്കൊപ്പമാണ് ഹരിയാന എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണോ ഈ നടന്നത് എന്നുള്ളത് അടുത്ത അരമണിക്കൂറിനുള്ളിൽ നമുക്ക് തിരിച്ചറിയാൻ. 10 വർഷം ഭരിക്കുന്ന ഒരു സർക്കാർ അഭിമുഖീകരിക്കുന്ന സർക്കാർ വിരുദ്ധ തരംഗം 1, 2 അവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് അടക്കമുള്ള പ്രശ്നങ്ങൾ, കർഷക പ്രശ്നങ്ങൾ, ഇതെല്ലാം അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് വലിയ മുന്നേറ്റം നടത്താൻ പറ്റുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും, അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഹരിയാനയിൽ നടന്നത്. അത് തങ്ങൾക്ക് അനുകൂലമാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJPയുടെ പോൾ മാനേജേഴ്സിന്റെ വിജയം എന്ന് പറയുന്നത് ചെറുതായി കാണണ്ട. കാരണം അവർ ഒഴുക്കിനെതിരെയാണ് തുഴഞ്ഞത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു അനുകൂല ഘടകവും അവിടെ BJPക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രതികൂല ഘടകങ്ങൾ ഒട്ടേറെ ആയിരുന്നു താനും. ആ സാഹചര്യത്തിൽ ഇതുവരെ BJP ഉണ്ടാക്കിയിട്ടുള്ളതിനേക്കാൾ വലിയ നേട്ടം അവിടെ BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ വിജയമല്ല. ആ വിജയം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് പോകും. ഹരിയാനയിൽ BJP വിജയിച്ചു വരികയും കോൺഗ്രസ് തോൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നോക്കൂ, ഹരിയാന എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. അവിടെ BJPയും കോൺഗ്രസും ഡയറക്റ്റായിട്ട് ഫൈറ്റ് ചെയ്ത മത്സരമാണ്. നേരിട്ട് മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെ BJP കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്നുവെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ പിന്നെ രാഹുൽ ഗാന്ധിക്ക് കുറെ കാര്യങ്ങളിനകത്ത് മറുപടി പറയേണ്ടി വരും. ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിയിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതേസമയം നരേന്ദ്രമോദി നല്ല ഒന്നാന്തരം ചിരിയുമായി ഇനി പാർലമെന്റ് സമ്മേളനത്തിലേക്ക് വരും. വേണമെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ നരേന്ദ്രമോദി BJP ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്നിട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. എന്നിട്ട് 24 തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഇതാ BJPക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് രാജ്യത്ത് രൂപപ്പെടുന്നു എന്ന് രാജ്യത്തോട് പറയും. ഹരിയാനയിൽ വിജയിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും നരേന്ദ്രമോദി വീണ്ടും തളിർക്കുകയും പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മരമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല.